ബി.ജെ.പി. ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധി. ഭരണഘടനയെയും ജനാധിപത്യത്തെയും ബി.ജെ.പിയും ആർ.എസ്.എസും ആക്രമിക്കുകയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. അതിനിടെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പ്രവർത്തകർക്ക് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സന്ദേശം. ബി.ജെ.പിയും ആർ.എസ്.എസും ഇന്ത്യ എന്ന ആശയത്തിന് എതിരാണ്. ഭരണഘടനയെയും ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നു. ബി.ജെ.പി. ആർ.എസ്.എസ് പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. You know what the RSS is about. They are against the idea of India. They are attacking our nation. They are attacking our constitution. They are attacking our democratic structure. Every single one of our institutions, including the മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തന്റെ പ്രസംഗത്തിലെ ബി.ജെ.പി. വിരുദ്ധ ഭാഗങ്ങൾ മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത് എന്ത് വിരോധാഭാസമാണ്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ.എസ്.എസിനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക, അതാണല്ലോ ചെയ്തു വരുന്നത്. ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റും, സംവരണം ഇല്ലാതാക്കും, വനിതകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കും എന്ന് ആം ആദ്മി പാർട്ടി എം.പി. സഞ്ജയ് സിംഗ് ആരോപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.